കൺമുൻപിൽ ഒരു നല്ല കാര്യം നടന്നിട്ടും അതിലെ നന്മ കാണാൻ കഴിയാതെ കോപിക്കുന്ന സിനഗോഗ് അധികാരികളാണ് സുവിശേഷത്തിൽ. 18 വർഷം രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്തൊരു സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുകയാണ്. എന്നാൽ അതൊരു സാബത്ത് ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിയമത്തെ ഉയർത്തിപ്പിടിച്ച സിനഗോഗ് അധികാരികളെ ഈശോ വിളിക്കുന്നത് കപടനാട്യക്കാരെ എന്നാണ്. മറ്റുള്ളവരോട് കരുണയോ സ്നേഹമോ കാണിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്ന നിയമങ്ങൾ മനുഷ്യനൊരിക്കലും ചേർന്നതല്ല. ഈശോ നന്മ ചെയ്യുന്നതിനായി മനഃപൂർവ്വം സാബത്ത് ലംഘിക്കുന്നു. മനുഷ്യൻ്റെ സഹനങ്ങൾ ഒഴിവാക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സുഖപ്പെട്ട സ്ത്രീ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്ത മഹനീയ കൃത്യങ്ങളെ ഓർത്ത് സന്തോഷിച്ചു. സിനഗോഗ് അധികാരികൾ ഒഴികെ. അവർക്ക് വന്നത് ദേഷ്യമാണ്. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും സ്വർഗം ഭൂമിയെ തൊടുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നന്മ കണ്ട് കോപിക്കുന്നവരാവാതെ ഈശോയെപ്പോലെ മറ്റുള്ളവരോട് സ്നേഹവും കരുണയുമുള്ള വിശ്വാസികളാവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.